മാണിസാറിൻ്റെ കടുപ്പത്തിലുള്ള ശബ്ദവും നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളിലൂടെ എന്താ പറയുക പരുവപ്പെട്ടൊരു ശബ്ദമൊക്കെയാണ്. അപ്പോൾ ഒരു ഹാർഡ്നെസ് അതിനകത്ത് ഉണ്ടായിരുന്നു. നേരിടുന്നത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, പല രീതിയിലായിരുന്നു അതിൻ്റെ ടാക്ലിംഗ് എന്ന് പറയുന്നത്. ആ ഒരു സ്പേസിലേക്കാണ് ഞാൻ വരാൻ പോകുന്നതെന്ന് ഫസ്റ്റിൽ മനസ്സിലാക്കി. അപ്പോൾ എന്താണ് തോന്നിയത്? ഒരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേക്കിനും അച്ചാച്ചൻ ജോയുടെ 2 സിസ്റ്റേഴ്സും എല്ലാ ചേട്ടന്മാരും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഐ എം എ പേഴ്സൺ, കടലിൻ്റെ ആഴം കണ്ടിട്ടല്ല ചാടുന്നത്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. അപ്പോൾ കല്യാണം എന്താ ഒന്നും ഒരു പിടിയില്ല. 19 ഗോയിങ് ഓൺ 20 ആ ഏജാണ്, ഡിഗ്രിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആരെ കാണിച്ചു തന്നാലും ഞാൻ കല്യാണം കഴിക്കും. എനിക്ക് അങ്ങനെ ഒരു ഫിക്സ്ഡ് ഐഡിയ ഇല്ല, കാരണം ഐ ലൈക്ക് എവ്രി വൺ. എനിക്ക് അങ്ങനെ ഒരു ഇന്നയാൾ വേണം, അങ്ങനെ മാരേജിനെ കുറിച്ച് അങ്ങനെ വലിയ ചിന്തകളൊന്നുമില്ല. ഞാൻ ജോയുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം, ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ചോദിച്ച ചില പൊട്ട ചോദ്യങ്ങളൊക്കെ ജോനെ അറിയത്തുള്ളൂ. വളരെ ഇന്നസെന്റ് ആൻഡ് ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഒരെണ്ണം പറയാം. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇപ്പം സെന്റ് ട്രിസാസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് സെന്റ് ട്രിസാസിലുള്ള കുട്ടികളൊക്കെ ആയിരിക്കുമല്ലോ കൂടെയുള്ള സഹപാഠികളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം പറഞ്ഞു, ഞാൻ ഏത് കാര്യവും ഡിസ്കസ് ചെയ്യുന്നതും ഞാൻ തുറന്നു പറയുന്നതും ഞാൻ കളിക്കുന്നതും ഒക്കെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ ഫ്രണ്ടിൻ്റെ പേരെന്നാ? ആ ഫ്രണ്ടിനെ വിളിക്കുന്ന ഒരു പെറ്റ് നെയിം ഉണ്ടമ്മ എന്നാന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കസേരയിലിരിക്കുന്ന അതെ ഉണ്ടല്ലോ ആ കുട്ടിയാന്ന് പറഞ്ഞു. 4 വയസ്സുള്ളൊരു കുട്ടിയാണ്. അതല്ല, എൻ്റെ കസിൻസ്, ഞാൻ ഏറ്റവും മൂത്തത്. അത് കഴിഞ്ഞ് ഇങ്ങനെ പടപടപടപടപടപട താഴെ വരെ ഉണ്ടമ്മയാണ് ഏറ്റവും യങ്ങസ്റ്റ്. എല്ലാവരുമായിട്ട് ഞാൻ വളരെ ക്ലോസാണ്. ഞങ്ങൾ ബീച്ചിൽ പോയും എല്ലാം ഇങ്ങനെ കളിയും തമാശയെല്ലാം അങ്ങനെ. ബേസിക്കലി ഇപ്പോഴും ആ കുട്ടിത്തം എൻ്റെത് പോയിട്ടില്ല. ഐ തിങ്ക് ദാറ്റ് ഈസ് വൈ ഐ ബ്രീത് വെൽ ഈ ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിൽ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഇങ്ങനെ ഈ പ്രശ്നങ്ങളും ഇതും അതും കേൾക്കുമ്പോൾ നമുക്കൊരു റിലീഫ് വേണ്ടേ. ഇപ്പം എൻ്റെ റിലീഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അടിച്ചു പൊളിക്കുക വിത്ത് മൈ ഫ്രണ്ട്സ്, വിത്ത് മൈ കസിൻസ്, ഹെൽത്തി ആയിട്ട്. ബീച്ചാണെങ്കിൽ ബീച്ച്, നേച്ചറായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങ് പോവാന്നാ. ഇപ്പം മുമ്പ് ചോദിച്ച ചോദ്യം ഇതായിരുന്നല്ലോ, അച്ചാച്ചൻ്റെ കാര്യം. അപ്പം എനിക്ക് അച്ചാച്ചൻ ഒരു മന്ത്രിയാ ഇതാണ് അതാ ഒന്നും എനിക്ക് ഒരു പിടി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ഉണ്ടമ്മയായിട്ട് ഞങ്ങളൊരു മുറിയിലിരിക്കുക. എൻ്റെ അടുത്ത് പറഞ്ഞു, പെണ്ണ് കാണാൻ വരുമ്പോഴത്തേക്കിനും പെണ്ണ് ആദ്യമേ വരത്തില്ല എന്ന്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ എത്തി നോക്കുമായിരുന്നു. കാരണം വണ്ടി മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അതിൻ്റെ മുകളിലൊരു ലൈറ്റ് ഉണ്ട്. അപ്പം എൻ്റെ കസിൻ പറഞ്ഞു, ലൈറ്റുള്ള വണ്ടിയാ. അപ്പം ഞാൻ പറഞ്ഞു, ലൈറ്റുള്ള വണ്ടി. നമ്മൾ കളക്ട്രേറ്റിൽ ഒത്തിരി ലൈറ്റുള്ള, ഞങ്ങളുടെ വീട് കളക്ട്രേറ്റിന് നേരെ ഓപ്പോസിറ്റാണ്. കളക്ട്രേറ്റിൻ്റെ അവിടെ ഒത്തിരി ലൈറ്റുള്ള വണ്ടി പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ചാടി ഇങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു, കാരണം ഇച്ചിരി ഹൈറ്റ് ആയിരുന്നു. അപ്പം അപ്പോഴത്തേക്കിനുമാണ് ഞങ്ങളെ വിളിച്ച് ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ആദ്യമേ കയറി വന്നപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു പടിവാതിക്ക് നിൽക്കത്തില്ലേ, പെണ്ണ് കാണലാണ്. അപ്പോൾ എവിടെയോ ഒരു എല്ലാവരെയും കണ്ടപ്പോഴത്തേക്കിനും പെട്ടെന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരു ഫ്ലട്ടറിങ് ഇൻ ദ ഹാർട്ട്. അതെന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഉടനെ തന്നെ എനിക്കൊന്ന് അച്ചാച്ചൻ എൻ്റെ ആ നിമിഷം എൻ്റെ മുഖത്തെ ആ ഒരു ഇത് കണ്ടിട്ട് അച്ചാച്ചൻ പറഞ്ഞു, ബാ മോളെ ഇവിടെ ഇരിക്കുക. അപ്പം ഞാൻ വന്ന് കൂളായിട്ട് അവിടെ വന്നിരുന്നു. പിന്നെ അങ്ങ് അല്ല, വർത്താനം ഞാൻ ഇത്ര ഒന്നും പറഞ്ഞില്ല അല്ലേ ജോ? ഞാൻ ഒന്നും അങ്ങനെ പറഞ്ഞില്ല. വർത്താനം മാത്രമേ ഉള്ളൂ. അല്ല, പക്ഷെ അല്ല, ഞാൻ അങ്ങനെ ഒത്തിരി വർത്താനം പറഞ്ഞില്ല. അങ്ങനെ ഒന്നും അപ്പം ഞാൻ പറഞ്ഞില്ല. പിന്നെ എൻ്റെ വീട് തൊട്ടപ്പുറത്ത്, ഇത് തറവാട്ടിലായിരുന്നു പെണ്ണ് കാണല്, അപ്പുറത്തെ വീട്ടിലായിരുന്നു. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ എല്ലാം ഡിസൈഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പം അപ്പാപ്പൻ പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയി വേണമെങ്കിൽ വർത്താനം പറ എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി വർത്താനം പറഞ്ഞു. അവിടെയാണ് ഞാൻ പറഞ്ഞ ചില പൊട്ട ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും നമ്മൾ ഇപ്പം എനിക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ പോലും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ അത്ര ഒന്നും ചോദിച്ചൊന്നുമില്ല. അതെ, അങ്ങനെ വിശ്വസിച്ചോളൂ. അങ്ങനെ ഒരു പെൺകുട്ടിയാണ് കൂടെ വരാൻ പോകുന്നത് എന്നുള്ളതാണോ അപ്പൊ തോന്നിയത്? എന്താണ് ഇതിനകത്ത്? ശരിക്കും ഞാനിങ്ങനെ ആലോചിക്കുക, എന്തുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചത്? എന്താ അല്ല, അതിനകത്ത് ഞാൻ കണ്ടത് ഒരു ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാൻ ചോദിച്ചാൽ ഒരു ഇന്നസെൻസ് ആണ്. അപ്പം അതാണ് അതിനകത്തൊരു മെയിനായിട്ട്. ആ ഇന്നസെൻസ് ഉള്ളത് കൊണ്ട് ഒരു ക്ലീൻ സ്ലേറ്റ് ആണല്ലോ. അപ്പം അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയണോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി അത് കണ്ടു, പിന്നെ തീരുമാനങ്ങളെടുത്ത് പോയി. ഈ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ആള് അത്തരത്തിലുള്ളൊരു മാച്ചിങ് നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഇന്റലക്ച്വൽ എക്സസൈസ് ഒക്കെ ഉണ്ടാവും. കുറെ പേരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഇവിടെ ഒഫീഷ്യലായിട്ടല്ല,
അങ്ങനെ ഓരോ ആലോചനകൾ വരുമല്ലോ. പക്ഷെ എങ്കിലും നമ്മുടെ ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മളൊരു അന്വേഷിക്കുമല്ലോ ഇയാൾ നമ്മൾ, കാരണം ഈ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധനമല്ലല്ലോ, ഒരുപാട് കാലം തുടരേണ്ടതാണ്. അപ്പം തലയ്ക്കുള്ളിൽ ഈ ഇന്നസെൻസ് ഓക്കെ, ബാക്കി കാര്യങ്ങളിൽ എങ്ങനെയാണ് ബാക്കി ഇപ്പം ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അവരന്വേഷിക്കാത്ത സ്ഥലമില്ല. അതൊക്കെ എപ്പോഴും എല്ലാം അന്വേഷിക്കും, അവരിങ്ങോട്ടും അന്വേഷിക്കും, നമ്മൾ അങ്ങോട്ടും അന്വേഷിക്കും, പിന്നെ എല്ലാം അന്വേഷിക്കും. കവലയിൽ വെച്ച് അന്വേഷിക്കും, സ്കൂളിൽ വെച്ച് അന്വേഷിക്കും, കോളേജിൽ വെച്ച് അന്വേഷിക്കും, ഇതെല്ലാം ഉണ്ടല്ലോ, അത് സ്വാഭാവികമാണ്. നമ്മളല്ലല്ലോ, വേറെ വീട്ടുകാരന്വേഷിക്കത്തില്ല. പക്ഷെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഇന്നസെൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇടപെടലുകളുണ്ട്. സോ അങ്ങനെയാണല്ലോ. പിന്നെ ഓൾ ഡിപ്പെൻസ് അപ്പോൺ രണ്ടുപേരും ചോദിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മെയിനായിട്ടാണ്. ഇപ്പോൾ പൊളിറ്റിക്സിലാണേലും ബിസിനസ്സിലാണേലും ഇതെല്ലാം എവിടെയും കോമ്പറ്റീഷനുണ്ട്, എവിടെയും പ്രഷറുണ്ട്, ഇതെല്ലായിടത്തും ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നത് പൊളിറ്റിക്സിലാണ്. അവിടെ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങൾക്കൊക്കെ ഉണ്ട്. സഹിച്ചും പോകണം. ആ സഹനമാണ് പ്രശ്നം. ഈ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ടൈം സ്പെൻഡിങ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പരാതി എങ്ങനെയാ പറയാ? എനിക്ക് ഞാൻ കണ്ടിരിക്കുന്ന അമ്മയും അച്ചാച്ചനാണ്. അപ്പം ഒരു കാര്യം ജോ ആണെങ്കിലും അച്ചാച്ചനാണെങ്കിലും പറഞ്ഞൊരു കാര്യം, അമ്മയും പറഞ്ഞൊരു കാര്യമാണ്, നമ്മളെപ്പോഴും ഓക്യുപ്പൈഡ് ആയിരിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യം, ജോലി വേണം, ജോലി ചെയ്യണം. ജോലി ചെയ്യുവാണെങ്കിൽ അമ്മ എന്നാൽ ജോലി ചെയ്തിട്ടില്ല, പക്ഷെ അമ്മയുടെ വീട്ടുകാരെല്ലാവരും ജോലി ചെയ്യുന്ന ലേഡീസാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു എന്നാണ് ഞാൻ അന്ന് ഓർത്തത്. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അല്ല. ഇൻഫാക്ട് എനിക്കങ്ങനെ ജോലി ചെയ്യണമെന്ന് ഒന്നും ആഗ്രഹമുള്ള ഒരാളല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ലേഡീസ് അത്രയും ജോലി ചെയ്യുന്നവരല്ല, സ്വന്തമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബിസിനസ് ചെറിയ സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യും, അങ്ങനത്തെ രീതിയിലായിരുന്നു. പക്ഷെ അമ്മ ഇങ്ങനെ പറയുമ്പോഴൊക്കെ അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങിയത്. വെറും ഡിഗ്രി വെച്ചിട്ടാണ്. അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ 3 PGs ചെയ്തത്. പക്ഷേ ഈ പഠിക്കാൻ പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓക്യുപ്പൈഡാണ്. ആൻഡ് ആസ് എ പൊളിറ്റീഷ്യൻസ് വൈഫ് ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ഓക്യുപ്പൈഡ് ആണെങ്കിൽ ഇവർക്ക് ലെസ് തലവേദനയാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ജോസും ഇവിടെ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എല്ലാം പോയിട്ട് വരുമ്പം ഞാനും എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് വരുമല്ലേ. അപ്പോൾ എനിക്കൊരു എംറ്റിനെസ് ഇല്ല. വെൻ യു ആർ എംറ്റി, ഒരു എംറ്റി മൈൻഡ് ഇസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ്, അങ്ങനെയുള്ള പറയുന്നത്. എംറ്റി ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും അയ്യോ അവർ വരണം, അവരെ എപ്പോഴും വേണം, ഫുൾ ടൈം വേണം, അങ്ങനെ ഒരു തോന്നൽ വരുന്നത്. അല്ലെങ്കിൽ അവർ വരുമ്പം പിന്നെ ഫുൾ ടൈം അവരെ വേണം, അങ്ങനെ. പിന്നെ ഐ തിങ്ക് പൊസസീവ്നെസ് എനിക്കില്ല, അതുകൊണ്ടായിരിക്കാം, അതും കൂടെ ആയിരിക്കാം, രണ്ടും കൂടെ. പൊസസീവ്നെസ് ഇല്ലെന്നാണോ മനസ്സിലാക്കി വെച്ചേക്കണേ? അല്ല, എനിക്ക് പൊസസീവ്നെസ് ഉണ്ട്. എവിടെ ജോലി പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ എന്നെ ഒരിക്കലും ഇങ്ങനെ വിടത്തില്ല. അല്ല, പക്ഷേ ഈ മനുഷ്യനെല്ലാം മാനേജ് ചെയ്യുന്ന ഒരാളാണ്. കാരണം പുറത്തിറങ്ങി സംസാരിക്കുന്ന അറിയാം, എല്ലാം ഉള്ളിൽ കൈകാര്യം ചെയ്യാനുള്ള മിടുക്കുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്ത, ഇത്രയും മിടുക്ക് എവിടെ നിന്നാണ്? ഇത് പ്രാക്ടീസ് ചെയ്യാതെ പറ്റില്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല, ഞാൻ വലിയ മിടുക്കായിട്ട് പറയുന്നത്, പക്ഷെ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെപ്പറ്റി, എന്നെപ്പറ്റി എന്തേറെ മോശമായിട്ട് എഴുതുന്നറിയാം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അച്ചാച്ചൻ്റെ മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ തൊട്ട് എനിക്കെതിരെ തുടങ്ങി. എന്താ സംഭവം എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ലീഡർഷിപ്പിൽ നിന്ന് വരുമെന്ന് പേടിച്ചിട്ടാണോ, അല്ലെങ്കിൽ പാലായിനി അടുത്ത നിയമസഭയിൽ നിൽക്കുമെന്ന് പേടിച്ചിട്ടാണോ എന്നാണ് പറയുന്നത്. നിരന്തരമായി വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടത്തിൽ നിന്നിട്ട് പിരിഞ്ഞു പോയവരാണ് ഏറ്റവും കൂടുതൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് ദി ഡോഗ് വിൽ വാക്ക്, ദ കാരവൻ ഗോസ് ഓൺ, ഒരു പവർ അല്ലെങ്കിൽ ഒരു ക്യാപ്ഷനാണ് എന്ന് പറഞ്ഞൊരു നായ കുരച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവ് എന്നെപ്പറ്റി പറയാം. മാൻസാറിൻ്റെ മരണത്തിന് ശേഷം അത് ആ കളയാണ്, അത് നമ്മൾ ഈ പൂന്തോട്ടത്തിൽ കളയാണ്. അപ്പം അങ്ങനെ ആക്ഷേപിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ അതിനുവേണ്ടി മാത്രം എനിക്കെതിരെ നിൽക്കുന്നു. അത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് നിഷയുടെ എതിരായി, എൻ്റെ മക്കൾക്കെതിരായി. അതൊന്നും ഒരു ഘട്ടത്തിലും ഈ പറയുന്ന എത്രയോ രാഷ്ട്രീയക്കാരുടെ മക്കൾ വന്നിട്ടുണ്ടല്ലേ, രാഷ്ട്രീയക്കാരുടെ മക്കൾ. ഞാൻ പാർലമെൻറ്റിലേക്ക് 2009 ചെല്ലുമ്പോൾ ലോക്സഭയിൽ തന്നെ ഏതാണ്ട് 10 അപ്പനും മകനും ഒരേ ലോക്സഭയിൽ ഇരിക്കുക, പറഞ്ഞാൽ മനസ്സിലായില്ലേ? ദേവഗൗഡ തൊട്ട് ശരത് പവാറിൻ്റെ തൊട്ട് ഇങ്ങനെ എത്രയോ പേരുകളാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു, എനിക്കെതിരെ എന്താണ് വരുന്നത്, ഇങ്ങനെ വരുന്നത്.
അത് മക്കൾക്കെതിരെ വരുന്നു, പിന്നെ കുടുംബത്തിനെതിരെ വരുന്നു. അപ്പം നിഷ ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഇത് കണ്ടില്ല, എന്താണ് ജനം മുഴുവൻ കാണുകയാണ്, അതിന് മറുപടി കൊടുക്കണ്ടേ. ഞാൻ പറഞ്ഞു ഞാൻ മറുപടി കൊടുക്കുന്നില്ല. മറുപടി കൊടുത്താൽ എൻ്റെ അർത്ഥം ഞാൻ ശ്രദ്ധിച്ചു എന്നാണ്, അതെന്നെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ചിലപ്പം നമ്മൾ അതിനെ മറ്റുള്ള കുടുംബത്തിനും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഇത് ഇങ്ങനെ വരാൻ പാടില്ല എന്നൊരു നിലപാടെടുത്ത് പോകേണ്ടിയും വരും. പക്ഷേ ഇതൊക്കെ നമ്മൾ അബ്സോർബ് ചെയ്ത് ഇത് കണ്ടുകൊണ്ട് ഇതുകൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ ചെയ്തത് ഒരു ആളുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, തെറ്റ് ചെയ്യാതെ വ്യക്തിഹത്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജോസ് കെ മാണിയായിരിക്കും. അത് നിങ്ങൾ റിസർച്ച് എടുത്ത് പരിശോധിച്ചു. ഞാനൊരു അനുശോചനം ഇട്ടാൽ അതിൻ്റെ എതിരെ വരും. എനിക്കിത് ആരാ ഇടുന്നതെന്നറിയാം, ഫേക്കായിട്ട് ഏത് സ്ഥലത്തുനിന്നറിയാം. പക്ഷേ ചിലപ്പോൾ എനിക്ക് പൊക്കേണ്ടി വരും, അവരെ പിടിക്കേണ്ടി വരും, ചിലപ്പോൾ ഭാവി ചെയ്യേണ്ടിയും വരും. അതിൻ്റെ ട്രാക്ക് റെക്കോർഡ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെയാണ്. അവർ തന്നെ മൈക്കിൽ കൂടെ പറഞ്ഞു, മീഡിയയിൽ കൂടെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ചിലപ്പോൾ ദൈവം തന്നൊരു ഗിഫ്റ്റായിരിക്കാം, നീ യു ഡോണ്ട് മൈൻഡ് ഇറ്റ്, വിട്ടേക്ക്, അത് ആ വഴിക്ക് പോട്ടെ എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തായിരിക്കും ഈ ഒരു ക്ഷമ. പക്ഷേ കേരള കോൺഗ്രസ്സുകൾക്ക് എപ്പോഴും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. ആരിൽ നിന്നാണോ പിരിയുന്നത് അവർ തമ്മിൽ തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ഫൈറ്റ് നടക്കുന്നത്. ഫൈറ്റ് കുഴപ്പമില്ല, രാഷ്ട്രീയ നിലപാടെടുത്തോട്ടെ, രാഷ്ട്രീയമാരെ പരാമർശിച്ചോട്ടെ, വിമർശിച്ചോട്ടെ, ഒന്നും കുഴപ്പമില്ല. ഐ ക്യാൻ ഫേസ് ദാറ്റ്. ഇത് കൂടെ എന്താ ഫേസ് ചെയ്യാനുള്ള, ഞാൻ അതിനപ്പുറം ഫേസ് ചെയ്ത ആളല്ലേ, അത് ഒന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ രാഷ്ട്രീയം പറയല്ല, പക്ഷേ അതൊക്കെ എന്നും പറയാം. പക്ഷെ വ്യക്തിഗത ചെയ്യാം, നുണപ്രചരണം പറയാമോ, കള്ളപ്രചരണം പറയാമോ, കുടുംബത്തിനെ പറ്റി പറയാമോ, പിള്ളേരെ പറ്റി പറയാം. ദേ ആർ ജസ്റ്റ് ഗ്രോയിങ് അപ്പ്. മേജർ പോലും ആയില്ല, അവരിത് കണ്ടിട്ട് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കുക, ഇത് കണ്ടോ നിന്നെപ്പറ്റി ഇങ്ങനെയല്ലേ പറഞ്ഞ്, അപ്പാ അമ്മ ഇങ്ങനെയാണോ പറയുന്നത്, എന്താ ചെയ്യുന്നത്, ഞങ്ങൾക്ക് സ്കൂളിൽ പോകണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് പറ്റും? അപ്പോൾ ഏതെങ്കിലും ദൈവം സഹായിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ കേരള കോൺഗ്രസിൻ്റെ പിളർപ്പ് എന്ന് പറയുന്നത് മാണി സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരും തോറും പിളരും തോറും വളരും എന്ന് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ആസ്പെക്ട്സിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മാണി സാറിൻ്റെ മരണത്തെ തുടർന്നുള്ള പിളർപ്പ് എന്ന് പറയുന്നത് അത് മറ്റതൊക്കെ നേതാക്കന്മാർ കൈകാര്യം ചെയ്തിരുന്ന പിളർപ്പായിരുന്നു. ഒരു നേതാവിൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിലായിരുന്നു ആ പിളർപ്പ് നടന്നിരുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഒരു അനാഥത്വമുണ്ട്. പുതിയ ആളാണ് വരാൻ പോകുന്നത്, ഇത് കൈകാര്യം ചെയ്യേണ്ടത് പുതിയൊരു ജോലിയാണ്, അറിഞ്ഞൂടാത്തൊരു ജോലിയാണ്. അവിടെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അത്രയും ചരിത്രബോധം എനിക്കില്ല. അവിടെ എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്ത് പോയത്? അത് ഒരു മാണി സാറിൻ്റെ കൂടെ നിന്നവരുടെ ഒരു സഹായം കൊണ്ടാണോ അത് മാനേജ് ചെയ്തത്? എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്തതെന്നോ? അല്ല, മാനേജ് ചെയ്തത് എന്ന് പറയുന്നത്, ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് അവസാനം സത്യം ജയിക്കും എന്നുള്ള ഒരു ഇതിലേക്കാണ്. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ മാൻസാറ് വളരും തോറും പിളരും തോറും വളരും എന്ന് പറഞ്ഞാൽ ആ ഗുഡ് സെൻസിൽ പറഞ്ഞത്, പിളരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ജാഗ്രതരാകും. നമ്മളും യോഗം എല്ലാ ജില്ലയിലും വെക്കും, എല്ലാ നിയോജകമണ്ഡലത്തിലും വെക്കും, എല്ലാ മണ്ഡലത്തിലും വെക്കും, എല്ലാ വാർഡിലും വെക്കും. ഒന്നുകൂടെ അവരൊന്നുകൂടെ ശക്തി പ്രാപിക്കും. അങ്ങനെ അത് വളരും എന്നുള്ള സെൻസിലാണ്. പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും പിളർപ്പല്ല. അതാണ് സ്പീച്ചുണ്ട്, ഇതൊരു പ്രതിസന്ധി കേരള കോൺഗ്രസ് കടന്നു പോയിട്ടുണ്ട്. അതെല്ലാം ഓരോ പ്രാവശ്യം ഓരോ പ്രതിസന്ധിയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസിനെ പഠിക്കുന്ന റീജിയണൽ ഒരു പാർട്ടിയാണ്. ഇപ്പോൾ കോൺഗ്രസ്സോ CPM ഓ CPI ഓ ഇങ്ങനെയുള്ള ചില വ്യക്തികൾ വിട്ടുപോകും. ചിലപ്പോൾ 1, 2, 3 പേര് പോകും. അതൊക്കെ എന്ന് വെച്ചാൽ ദേശീയ പാർട്ടികളാകുമ്പോൾ വേറെ ഒരു പാർട്ടിയായിട്ടൊരു ദേശീയ തലത്തിൽ രൂപം കൊടുക്കാനായിട്ട് പ്രയാസമാണ്. പ്രാദേശിക പാർട്ടി ഒരാൾ വിട്ടുപോയാൽ അടുത്ത കേരള കോൺഗ്രസ് പേരിടും, ഞങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് റെക്കഗ്നീഷനോ MLA-മാരോ ഒന്നും കാണൂല. പക്ഷേ കേരള കോൺഗ്രസ് പേരിടും. പക്ഷേ കാരണം എന്താ വെച്ചാൽ കേരള കോൺഗ്രസ് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാൻ ആർക്കും ഇഷ്ടമില്ല. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഇന്നലെ ഞാൻ പ്രസംഗിച്ചു, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു കുടുംബ ബന്ധമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ 60 വർഷം ഇത് നിലനിൽക്കുന്നത്, ഇത് ഇപ്പോഴും മാഞ്ഞു പോകാതെ മൺമറഞ്ഞു പോകാതെ നിൽക്കുന്നത് ആ കുടുംബ ബന്ധമുള്ളതുകൊണ്ടാണ്. ആരെങ്കിലും ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ 99% അല്ലെങ്കിൽ അവരൊന്നും ഒരിക്കലും ഒരു പ്രാവശ്യം സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ സക്സസ്ഫുൾ ആയിട്ടില്ല, അല്ലെങ്കിൽ ആയിട്ടേ ഇല്ല, തിരിച്ചു വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് പോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും കേരള കോൺഗ്രസ് എന്നുള്ള പേരിടുന്നത്. പക്ഷേ യഥാർത്ഥ കുടുംബവും അതിൻ്റെ അടിസ്ഥാനവും
അതിൻ്റെ അന്തസ്സത്വം, അതിൻ്റെ ഫൗണ്ടേഷനും അത് കേരള കോൺഗ്രസ് എമ്മിലാണ്. ആ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനുണ്ട്. അത് അടുത്ത സെക്ഷനിൽ ചോദിക്കാം. ഞാൻ വീട്ടുകാര്യങ്ങളൊക്കെ കുറച്ച് ചോദിക്കാം. ഈ കുടുംബ ഇത് വരുമ്പോൾ ഭയങ്കര സീരിയസ് ആണ്. അത് ഇഷ്ടമില്ല. അതെ, അവിടെ കേട്ടോണ്ടിരിക്കുന്നത് നിഷയ്ക്ക് എന്നെ ബോറടിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു ഈ രാഷ്ട്രീയം പറയണ്ടെന്നുള്ളത്.